അസ്സലാമലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി തനി നാടൻ രീതിയിൽ ഞണ്ട് വരട്ടിയതാണ് കേട്ടോ. നിങ്ങൾ ഞണ്ട് വാങ്ങിക്കുമ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ റെസിപ്പിയിലേക്ക് പോകാം. ഈ റെസിപ്പിയിലേക്ക് 1 കിലോ ഞണ്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് വൃത്തിയാക്കി കഴുകിയെടുക്കാം. അപ്പം ഞാൻ ഞണ്ടൊക്കെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം മിക്സിയിലേക്ക് കുറച്ച് ചേരുവകളൊക്കെ നരച്ചെടുക്കാം. ഞാനൊരു 5 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു വലിയൊരു ചുള വെളുത്തുള്ളി എടുത്ത് തൊലിയൊക്കെ പൊളിച്ചെടുത്താണ്. 2 ചെറിയ പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 സ്പൂണ് പെരിഞ്ജീരകവും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അധികം അരയേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഞാനിതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഈ റെസിപ്പിയിലേക്ക് കുറച്ച് ചെറിയുള്ളിയുടെ ആവശ്യവും കൂടിയുണ്ട്. ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ്. ഇനി നമുക്ക് വിളിമ്പിയും തക്കാളിയും സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വിളിമ്പി ഞണ്ട് വരട്ടുമ്പോൾ ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റവ് ഓണാക്കി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിനു ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നാടൻ റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചെറിയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നേരത്തെ അരച്ച് വെച്ച ചേരുവകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടിയൊക്കെ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. 1.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 സ്പൂൺ മല്ലിപ്പൊടി. ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും നല്ലോണം ഇളക്കി കൊടുത്ത് പച്ചമണമൊക്കെ മാറി നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. സ്റ്റൗ മീഡിയത്തിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. മസാലയുടെ പച്ചമണമൊക്കെ മാറി നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതിനെ ഒരു 2-3 മിനിറ്റോളം ഒന്ന് ഇതുപോലെ വറുത്തെടുക്കാം. അപ്പം നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ നീളത്തിൽ കട്ട് ചെയ്ത് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം.
സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നല്ലതുപോലെ തന്നെ സവാള വഴറ്റിയെടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഞണ്ട് വരട്ടിയതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നല്ലതുപോലെ ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊരു 2 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഈ മസാലകളൊക്കെ സവാളയിൽ നല്ലോണം പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് കുക്ക് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പം നമ്മുടെ സവാള നല്ലതുപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈ തക്കാളി അത്യാവശ്യം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഈ തക്കാളി നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബിലിമ്പിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വിലിമ്പി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലോട്ട് ഇനി 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഞണ്ട് വരട്ടുമ്പോൾ കുരുമുളകിൻ്റെ പൊടി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. വിലിമ്പിയിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് മസാലകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി 1 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമ്മുടെ മസാലകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് ഞണ്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത ഞണ്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മസാലയൊക്കെ ഞണ്ടിൽ പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഇളക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കി ഞണ്ടിൽ മസാല ഒക്കെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പിൻ്റെ കുറവുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇതിലേക്ക് 2 കൊന്ത് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. കരിവേപ്പില ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് അര കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം.
ഞാനിത് അധികം ഡ്രൈ ആക്കിയിട്ടല്ല വരട്ടിയെടുക്കുന്നത്. നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വരട്ടിയെടുക്കുന്നത്. നെയ്ച്ചോറും ഞണ്ട് വരട്ടിയും നല്ല കോമ്പിനേഷനാണ്. അപ്പം 1/2 കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് മൂടി എടുത്തൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊരു 2-3 മിനിറ്റും കൂടിയും അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. അപ്പം നമ്മുടെ തനി നാടൻ ഞണ്ട് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ തനി നാടൻ ഞണ്ട് വരട്ടിയത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെ വീട്ടുകാർക്കും ഫ്രണ്ട്സുമാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പം പുതിയൊരു വീഡിയോവുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.